ഹലോ സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6 ഫ്രാക്ഷൻ എക്സസൈസ് 7.5 ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദീസ് ഫ്രാക്ഷൻ അപ്രോപ്രിയേറ്റ്ലി ആസ് എഡിഷൻ ഓർ സബ്ട്രാക്ഷൻ. ഇവിടെ തന്നിട്ടുള്ള ഫ്രാക്ഷന്റെ നമുക്ക് ഒരു ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ഷെയ്ഡഡ് ആയിട്ടുള്ള കുറച്ച് പോർഷൻ തന്നിട്ടുണ്ട്. അതില് മിഡിൽ ഫില്ല് ചെയ്യാൻ എഡിഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്ന് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ എ, ഫസ്റ്റത്തെ ഫിഗറില് 1 ഷെയ്ഡഡ് ആയിട്ടുള്ള പാർട്ട് ഉണ്ട്. അതായത് ഫസ്റ്റ് 1 2 3 4 5 5 സ്ക്വയേഴ്സില് 1 പാർട്ട് ഷെയ്ഡഡ് ആണ് അല്ലെ. 1/5 ആണ് അതിന്റെ ഫ്രാക്ഷൻ വരിക. സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഇവിടെ 2 പാർട്ട് ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതായത് 2/5 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, 1 2 3 സ്ക്വയേഴ്സ് ഷെയ്ഡഡ് ആണ്. അതായത് 3/5 അല്ലെ. 5 സ്ക്വയേഴ്സില് 3 സ്ക്വയേഴ്സ് ഷെയ്ഡഡ് ആണ്. അപ്പൊ ഇവിടെ ഈ ഇതിന്റെ ആ ഒരു ഫില്ല് ചെയ്യുന്ന ഭാഗത്ത് എഡിഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ? അപ്പൊ 1 ഷെയ്ഡഡ് 2. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഇവിടെ ആഡ് ആണ് അല്ലെ. എഡിഷൻ ആണ് ഇവിടെ വരേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ആഡ് എന്ന് എഴുതാം അല്ലെ. 1/5 പ്ലസ് 2/5 ആണ് ഇവിടെ എന്ത് വരിക? 3/5. ഞാനിവിടെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുന്നുണ്ട്. 1/5 പ്ലസ് 2/5 is equal to ആണ് 3/5. ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയ ഫ്രാക്ഷൻ. ഇപ്പൊ സെക്കൻഡ് നോക്കുക. സെക്കൻഡ് ബി അവിടെ ഒരു സർക്കിൾ ആണ് തന്നിട്ടുള്ളത്. സർക്കിളില് 5 പാർട്ട് ചെയ്തിട്ടുണ്ട്. ആ 5 പാർട്ടില് 5 പാർട്ടും ഷെയ്ഡഡ് ആണ് അല്ലെ. ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് 5 പാർട്ടും ഷെയ്ഡഡ് ആണ്. അതിന്റെ സെക്കൻഡ് സർക്കിൾ എന്ന് പറയുന്നത് അവിടെ 3 പാർട്ട് ഷെയ്ഡഡ് ആണ് അല്ലെ. 5 പാർട്ടില് 3 പാർട്ട് ഷെയ്ഡഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 2 പാർട്ട് അല്ലെ. 5ല് 2 പാർട്ട് ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. ഫസ്റ്റ് 5 പാർട്ടും ഷെയ്ഡ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? 5/5. അടുത്തത് 3/5. ഇവിടെ വന്നിട്ടുള്ളത് 2/5. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ സബ്ട്രാക്ഷൻ ആണ് അല്ലെ. അപ്പൊ 5/5ൽ നിന്ന് 3/5 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് എന്ത്? 2/5. ഓക്കെ, ആ രീതിയിലാണ് ഇവിടെ കിട്ടുന്നത്. അടുത്ത ഫിഗർ നോക്കുക. സി എന്താണോ ഫിഗർ? സി നോക്കുക. സിയില് ഫസ്റ്റത്തെ ബോക്സില് സ്മോൾ സർക്കിൾസ് തന്നിട്ടുണ്ട്. എത്ര സർക്കിൾസ് ആണ്? 1 2 3 4 5 6 സർക്കിൾസ് ആണ്. അതിൽ 2 സർക്കിൾസ് ഷെയ്ഡഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാ? ഫ്രാക്ഷൻ എന്ത് എഴുതാ? 2/6 എന്ന് എഴുതാ അല്ലെ. 2/6. അടുത്തത് എന്താ? നെക്സ്റ്റ് ആ ബോക്സില് 1 2 3 4 5 6 സർക്കിൾസ് ആണ്. അവിടെ 3 സർക്കിൾസ് ഷെയ്ഡഡ് ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാ? ഫ്രാക്ഷന് 3/6 അല്ലെ. 3/6. അത് ഈക്വൽ ചെയ്യുന്ന എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ, എവിടെ നോക്കുക, 6 സർക്കിൾസ് തന്നെയാണ് തന്നിട്ടുള്ളത്. അവിടെ 1 2 3 4 5 സർക്കിൾസും ഷെയ്ഡഡ് ആണ്. 5/6. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? 2 പ്ലസ് 3 അല്ലേ 5. അപ്പൊ ഇവിടെ എന്താണ്? 2/6 പ്ലസ് 3/6 is equal to 5/6. അപ്പൊ ഇവിടെ എന്ത് നമുക്ക് എഴുതാം? ഏത് സൈന് കൊടുക്കുക? ആഡ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അല്ലെ. 2/6 പ്ലസ് 3/6 is equal to ആണ് 5/6. ഇതാണ് ഇവിടെ കിട്ടുന്ന ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. സോൾവ് അവിടെ ABCDEFGHI വരെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് ചെയ്യാം. അപ്പൊ അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ആണ്. എന്താണ് എയിലുള്ള ക്വസ്റ്റ്യൻ? ആഡ് ചെയ്ത് നോക്കുക. എഡിഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 1/18 പ്ലസ് 1/18 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? അപ്പൊ 1/18 പ്ലസ് 1/18 നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. 1 + 1
2/18. ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം 2/18. നമുക്ക് വേണമെങ്കിൽ 2/18 റെഡ്യൂസ് ചെയ്യാലോ. റെഡ്യൂസ് ചെയ്താൽ എന്താ വരിക? 1 2s are 2, 9 2s are 18 അല്ലെ. 1/9 എന്ന് നമുക്ക് ഇവിടെ റെഡ്യൂസ്ഡ് ഫ്രാക്ഷന് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബി 8/15 plus 3/15. 8/15 plus 3/15. ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ എന്താണ്? 15 തന്നെയാണ് അല്ലെ. അപ്പോ 8/15 plus 3/15 ഡിനോമിനേറ്റർ സെയിം ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 8 plus 3 എന്താ വരിക? 8 plus 3 is equal to 11. That is equal to 11/15 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി. എന്താണ് സി ക്വസ്റ്റ്യൻ? 7/7 minus 5/7. 7/7 minus 5/7. ഓക്കെ, 7/7 minus 5/7. അപ്പൊ ഇവിടെ സബ്ട്രാക്ഷൻ ആണ് അല്ലെ. ഇവിടെ ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്, 7 തന്നെയാണ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 7ൽ നിന്ന് 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 2 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ആൻസർ 2/7 ആണ്. ഓക്കെ, 2/7. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡി. എന്താണ് ക്വസ്റ്റ്യന്? 1/22 plus 21/22 അല്ലെ. 1/22 plus 21/22. ഇവിടെ ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്, 22 ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. 1 plus 21. 21നെ 1 കൊണ്ട് ആഡ് ചെയ്താൽ എന്താ വരിക? 22/22. 22/22 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് ആൻസർ വരിക അല്ലെ. രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇ. 12/15 minus 7/15. 12/15 minus 7/15. 12/15 minus 7/15. അപ്പൊ ഇവിടെ 15 ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്. 12ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 5 ആണ് അല്ലെ. 5/15 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. 5/15 നമുക്ക് റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 1 5s are 5, 3 5s are 15. 1/3 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ്. 5/8 plus 3/8. 5/8 plus 3/8. ഇവിടെ ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്. 5/8 plus 3/8 5 plus 3 8. 8/8. 8/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 8/8 is equal to 1. That is equal to 1 ആണ്. നെക്സ്റ്റ് ജി. ജി എന്താണ് ക്വസ്റ്റ്യന്? 1 minus 2/3 അല്ലെ. 1 minus 2/3 ആണ്. 1 minus 2/3. അവിടെ ബ്രാക്കറ്റില് നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്. എന്താണ്? 1നെ നമ്മൾ എന്താ എടുക്കേണ്ടത്? 3/3. ഇപ്പൊ 1 is equal to 3/3 ആയിട്ട് എടുക്കണം അല്ലെ. 1നെ നമ്മൾ എന്തായിട്ട് എടുക്കണം? 1 is equal to 3/3. അപ്പൊ 1 3/3 ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1ന് പകരം 3/3 minus 2/3. 3/3 minus 2/3 എന്താണ് വരിക? That is equal to 1/3 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. 1/3 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/4 plus 0/4. 1/4 plus 0/4. 1/4 plus 0/4. അപ്പൊ ഇവിടെ എന്താണ് കിട്ടുക? 4 ഡിനോമിനേറ്റർ 4 ആണ്. 1നെ 0 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 1 തന്നെയാണ്. അപ്പൊ ആൻസർ 1/4 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ ഐ. 3 minus 12/5 അല്ലെ. 3 minus 12/5. 3 minus 12/5. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കുക, 5 ആണ് ഡിനോമിനേറ്റർ വരുന്നത് അല്ലെ. അപ്പൊ 5 ആണ് ഡിനോമിനേറ്റർ വരുന്നത്. അപ്പൊ ഇവിടെ 3 ആണ്. 3യെ നമുക്ക് എങ്ങനെ എഴുതാം? 3യെ നമുക്ക്
3 is equal to എന്താ എഴുതാം? നമ്മൾ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യനിൽ 1 is equal to 3/3 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 3 നമുക്ക് എങ്ങനെ എഴുതാം? 3 is equal to 15/5 എന്ന് എഴുതാലോ. കാരണം 15 divided by 5 അല്ലേ 3 എന്ന് പറയുന്നത്. 3 5s are 15 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. 15 divided by 5 minus 12/5 that is equal to എന്താ വരിക? 15ൽ നിന്ന് 12 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ്. 3/5 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോബ്ലം ആണ്. Shubham painted 2/3 of the wall space in his room. His sister Madhavi helped and painted 1/3 of the wall space. How much did they paint together? How much did they paint together? ഇതാണ് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതൊരു വേർഡ് പ്രോബ്ലം ആണ്. ഇവിടെ നമുക്ക് ശുഭം പെയിന്റ് ചെയ്തിട്ടുള്ളത് 2/3 ആണ്. അവളെ ഹെൽപ്പ് ചെയ്യാനും മാധവി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫ്രാക്ഷന് 1/3 ആണ് അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് ഹൗ മച്ച് ഡിഡ് ദേ പെയിന്റ് ടുഗദർ, അവര് രണ്ടുപേരും എത്രയാണ് പെയിന്റ് ചെയ്തിട്ടുള്ളത്, ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? ആദ്യം ഇതിന്റെ സ്റ്റെപ്സ് എഴുതാം. ശുഭം പെയിന്റഡ് വോൾ സ്പേസ്. ശുഭം പെയിന്റ് ചെയ്ത വോൾ സ്പേസ് എത്രയാണ്? ശുഭം പെയിന്റഡ് വോൾ സ്പേസ്. ശുഭം പെയിന്റ് ചെയ്തിട്ടുള്ള വോൾ സ്പേസിന്റെ ഫ്രാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 2/3. ഓക്കെ, ഇനി ആരാണ്? അവരുടെ സിസ്റ്റർ അല്ലെ, മാധവി. മാധവി പെയിന്റഡ് വോൾ സ്പേസ്. മാധവി പെയിന്റഡ് വോൾ സ്പേസ് is equal to എത്രയാണ്? 1/3. നമ്മളോട് എന്താ ചോദിക്കുന്നത്? ഹൗ മച്ച് ഡിഡ് ദേ പെയിന്റ് ടുഗദർ, അവര് രണ്ടുപേരും കൂടി ചേർന്ന് പെയിന്റ് ചെയ്തത് എത്രയാണ്? അപ്പം ടോട്ടൽ സ്പേസ് അല്ലെ, ടോട്ടൽ സ്പേസ് പെയിന്റഡ് is equal to എന്താ ചെയ്യാ? ഈ രണ്ട് ഫ്രാക്ഷനും തമ്മിൽ ആഡ് ചെയ്യാ അല്ലെ. അപ്പോ 2/3 plus 1/3. ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആണ്, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 2 plus 1 അല്ലെ, 3/3. 3/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അതായത് ഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു റൂം ഫുൾ കംപ്ലീറ്റ് പെയിന്റഡ് ചെയ്തതാണ്. ഇതാണ് ഇവിടെ കിട്ടിയ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഫിൽ ഇൻ ദ മിസ്സിംഗ് ഫ്രാക്ഷൻ ആണ്. ഫിൽ ഇൻ ദ മിസ്സിംഗ് ഫ്രാക്ഷൻ. ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ളത് 7/10 മൈനസ്, ഇവിടെ ഒരു ബോക്സ് ആണ് ഉള്ളത് ഫിൽ ചെയ്യാനുള്ളത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 3/10. അപ്പൊ ഈ ബോക്സിൽ എന്താണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്? അതായത് 7നോട് ഏതോ ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് 3 കിട്ടിയത്. ഇവിടെ നമുക്കറിയാം 10 തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള ഡിനോമിനേറ്റർ. അപ്പൊ നമുക്ക് മേലെ ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. ന്യൂമറേറ്റർ നമുക്കറിയാലോ 7നോട് ഏത് നമ്പർ മൈനസ് ചെയ്താലായിരിക്കും നമുക്ക് 3 കിട്ടുക? ആലോചിക്കുക. 7നോട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിലും ചെയ്യാം. 7 - 3 ചെയ്താലും ഈ ഒരു ബോക്സിലുള്ള നമ്പർ കിട്ടും. അപ്പൊ 7 - 3 എത്രയാണ്? 4 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ഫസ്റ്റ് ആൻസർ 7/10 minus 4/10 is equal to ആണ് 3/10. അപ്പൊ നമുക്ക് ബോക്സിലുള്ള ആ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്താ വരിക? ഫ്രാക്ഷൻ ഇവിടെ 4/10 ആണ് ഇവിടെ വരിക. ഇതാണ് ഇവിടെ കിട്ടിയ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബി ക്വസ്റ്റ്യന്. ബി അതായത് ആ ബോക്സ് തന്നിട്ടുണ്ട് -3/21 is equal to 5/21. അതായത് ഏതോ ഒരു ഫ്രാക്ഷനോട് 3/21 മൈനസ് ചെയ്തപ്പോ നമുക്ക് 5/21 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതും ലൈക്ക് ഫ്രാക്ഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ മേലെയുള്ള ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. അപ്പൊ എന്താ വരിക? അപ്പൊ ഇത് കിട്ടാനും നമ്മൾ എന്ത് ചെയ്താൽ മതി? 5. നമുക്ക് കിട്ടുന്നത് 5 ആണ് അല്ലെ.
അപ്പൊ ഏത് നമ്പർ നിന്നായിരിക്കും ഈ 3 മൈനസ് ചെയ്യാ? അപ്പൊ എന്ത് ചെയ്താൽ മതി? 5ഉം 3യും ആഡ് ചെയ്താൽ മതി. 5 പ്ലസ് 3 എന്താണ് വരിക? 8 ആണ്. അപ്പൊ ഇവിടെ എന്താ ആൻസർ വരിക? 8/21 അല്ലെ? 8/21ൽ നിന്ന് 3/21 മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് 5/21 കിട്ടുന്നത്. അപ്പൊ ഇവിടെ ബോക്സ് മിസ്സിംഗ് ആയിട്ടുള്ള ആ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 8/21 ആണ് ഇവിടെ കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ബോക്സ് തന്നിട്ടുണ്ട്. സബ്ട്രാക്ട് 3/6 is equal to 3/6 അല്ലെ? അതായത് ഏതോ ഒരു ഫ്രാക്ഷനിൽ നിന്ന് 3/6 മൈനസ് ചെയ്തപ്പോ കിട്ടുന്നത് 3/6 ആണ്. അപ്പൊ എന്താ വരിക ആൻസർ? സി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എഴുതാം. 3 പ്ലസ് 3 ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ ലൈക്ക് ഫ്രാക്ഷൻ ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. ന്യൂമറേറ്റർ എന്താ വരിക? 3 പ്ലസ് 3 6 അല്ലെ? അപ്പൊ 6/6ൽ നിന്ന് 3/6 മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് ആൻസർ കിട്ടുക? 3/6. അപ്പൊ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ആ ഫ്രാക്ഷൻ എന്തായിരിക്കും? 6/6 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡി ആണ്. ഡി എന്താണ്? ബോക്സ് തന്നിട്ടുണ്ട്. പ്ലസ് 5/27 is equal to 12/27 അല്ലെ? ഏതോ ഒരു ഫ്രാക്ഷനോട് 5/27 ആഡ് ചെയ്തപ്പോ നമുക്ക് 12/27 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്. ന്യൂമറേറ്റർ നോക്കുക. 12 ആണ് ആൻസർ കിട്ടേണ്ടത്. 12ന് 5 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 12ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 7 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടേണ്ട ഫ്രാക്ഷൻ എന്താണ്? ഡി എന്താണ് വരിക? ഡി 7/27 പ്ലസ് 5/27 is equal to 12/27. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ആരാണ്? 7/27 ആണ് ഇവിടെ കിട്ടിയ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോബ്ലം ആണ്. Javed was given 5/7 of basket of oranges. What fraction of oranges was left in the basket? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്. അതായത് ജാവേദ് വാസ് ഗിവൺ, ജാവേദിന് കൊടുത്തിട്ടുള്ളത് ഒരു ബാസ്കറ്റ് നിന്നും 5/7 ഓറഞ്ചസ് ആണ്. അതായത് ഒരു ബാസ്കറ്റ് ഫുൾ ഓഫ് ഓറഞ്ചസ് ഉണ്ട്. അതിൽ നിന്ന് ജാവേദിന് നൽകിയ ഓറഞ്ചസ് എത്രയാണ്? 5/7 ആണ്. അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഓറഞ്ചസ് വാസ് ലെഫ്റ്റ് ഇൻ ദ ബാസ്കറ്റ്? ഇനി ബാസ്കറ്റില് ബാക്കി എത്ര ഓറഞ്ചസ് ആണ് ഉള്ളത് എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. ഫ്രാക്ഷൻ ഓഫ് ദ ഓറഞ്ചസ് ഗിവൺ ടു ജാവേദ്. ഫ്രാക്ഷൻ ഓഫ് ഓറഞ്ചസ്, ഫ്രാക്ഷൻ ഓഫ് ദി ഓറഞ്ചസ് given to Javed. എത്രയാണ്? 5/7 ആണ് അല്ലെ? ജാവേദിന് കൊടുത്തിട്ട് നൽകിയത് 5/7 ഓറഞ്ചസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് ദ ഓറഞ്ചസ് ലെഫ്റ്റ് ഇൻ ദ ബാസ്കറ്റ് എത്രയായിരിക്കും? ഫ്രാക്ഷൻ ഓഫ് ദി ഓറഞ്ചസ് ലെഫ്റ്റ് ഇൻ ദ ബാസ്കറ്റ്, എന്തായിരിക്കും? ഇവിടെ നമ്മൾ ഒരു ബാസ്കറ്റിലുള്ള ഓറഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാസ്കറ്റ് ഫുൾ ആണ് അല്ലെ? ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ വരിക? 7/7 ആണ് വരിക അല്ലെ? അതിൽ നിന്നാണ് 5/7 ഓറഞ്ചസ് ജാവേദിന് നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ 1 ബാസ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 7/7ൽ നിന്ന് 5/7 സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത് അല്ലെ? സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 7/7 മൈനസ് 5/7 എന്ന് പറയുന്നത് എന്താണ് ആൻസർ വരിക? 7/7 മൈനസ് 5/7 is equal to 2/7. അപ്പൊ റിമൈനിങ് എത്രയാണ്? 2/7 ഓറഞ്ചസ് ആണ് ഉള്ളത്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതുവരെ എടുത്ത കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ നെക്സ്റ്റ് എക്സസൈസുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.